ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ ധന്യരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ വാത്സല്യനിധികളായ ദൈവമക്കളെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയരെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അർപ്പിക്കുകയും, ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായി എന്നും നമ്മെ താങ്ങി നിർത്തുകയും എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുകയും എത്രത്തോളം നമ്മെ മാനിക്കാമോ അത്രത്തോളം മാനിപ്പാൻ കൃപ തന്നും കരുണ തന്നും ദയ കാണിച്ചും ഇതുവരെ നടത്തുകയും മേലാലും നടത്താൻ ശക്തനുമായിരിക്കുന്ന നമ്മുടെ കർത്താവിന്, എൻ്റെ രക്ഷിതാവിന്, ആരാധ്യനും ബഹുമാന്യനുമായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തരുന്ന ദൈവിക ചിന്ത നമ്മെ ധന്യരാക്കാൻ, കുറച്ചും കൂടി ഊർജ്ജസ്വലരാക്കാൻ, നിരാശ മാറാൻ, ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞാൽ നമ്മളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി കുടഞ്ഞു കളയാൻ ഉതകട്ടെ എന്ന പ്രാർത്ഥനയോടെ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ ശൗമേലിൻ്റെ 2-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. 2 ശൗമേൽ 18:3. എന്നാൽ ജനം, നീ വരണ്ട, ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കിയില്ല. ഞങ്ങളിൽ പാതിപ്പേര് പട്ടുപോയി എന്ന് വരികിലും അതാരും ഗണ്യമാക്കില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകയാൽ നീ പട്ടണത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞു. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. സംഭവ പശ്ചാത്തലം: ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് കാട്ടിലറയുന്ന നാളുകൾ. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദാരുണമായ ദിവസങ്ങൾ. മനസ്സിളകിയ, ഉള്ളം കൊണ്ട് തകർന്നുപോയ, ഒരുപാട് കരഞ്ഞ, ഏറ്റവും ജീവിത സാഹചര്യത്തിലെ വിലയേറിയ സന്ദർഭം. ബൈബിൾ വായനക്കാർ ആ ഭാഗം ഒന്ന് മനസ്സിരുത്തി വായിക്കാൻ നല്ലതാണ്. ആഭ്യന്തര കലാപം എന്നും വേദന കൂട്ടും, മുറിവിൻ്റെ ആഴം കൂട്ടും. പുറത്തു നിന്നൊരുത്തൻ, ദാവീദ് എത്രയോ മല്ലന്മാരെ നേരിട്ട ആളാണ്, എത്രയോ രാജ്യങ്ങൾക്ക് നേരെ യുദ്ധം നയിച്ച ആളാണ്. ശത്രുത്വം വെച്ച് പുറത്ത് കയറി വന്ന് എത്രയോ പേരെ വാൾമുനയിൽ തീർത്തവനാണ്. പുറത്തുനിന്ന് വന്ന പല കാര്യങ്ങളും ഒരു ഉല്ലാസ മനസ്സോടെ, ലാഘവമായ ചിന്താഗതിയോടെയാണ് തകർത്ത് കളഞ്ഞത്. പക്ഷെ കുടുംബത്തിനകത്തുനിന്നൊരു തലമുറ ആഭ്യന്തരമായി അപ്പനെതിരെ തലപൊക്കിയപ്പോൾ ആ വേദന, ഒരുപക്ഷെ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് നേരിട്ട സകല യുദ്ധങ്ങളുടെയും നൊമ്പരം ഒന്നിച്ചു ചേർത്താൽ എത്ര വലുതാണോ അത്ര ആഘാതമുളവാക്കിയതായിരുന്നു. അതുകൊണ്ട് ആ കാര്യം നമ്മളും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആത്മീകരായ, പ്രാർത്ഥിക്കുന്നവരായ, ദൈവവിശ്വാസികളായ നമ്മുടെ കുടുംബത്തിനകത്തൊരു ആഭ്യന്തര പ്രശ്നം, അത് സാരമായി കാണരുത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, അപ്പൻ മക്കൾ ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിൽ, ചേട്ടനനിയൻ ബന്ധത്തിലൊക്കെ ആഭ്യന്തരമായി ശത്രുവായി മാറിയാൽ, സ്വത്തിനു വേണ്ടിയും ജീവന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും സ്വന്തം കൂടപ്പുറപ്പുകളെയും രക്തബന്ധങ്ങളെയും പിതൃപുത്ര ബന്ധത്തെയുമെല്ലാം ഒരു വിലയില്ലാതെ കാറ്റിൽ പടർത്തിക്കൊണ്ട് തൻകാര്യം നടക്കാനും കസേര ഉറപ്പിക്കാനും വേണ്ടി പോരാട്ടം ആരംഭിച്ചാൽ അതിൻ്റെ മുറിവും മുറിപ്പാടുകളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഏറ്റവും വലുതായിരിക്കും. സ്നേഹം കൂടുന്തോറും മുറിവിൻ്റെ ആഴം കൂടും, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ദാവീദ് ഏറ്റവും പ്രധാനപ്പെട്ട നൊമ്പരവേളയിൽ കാട്ടിലലയുകയാണ്. ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടി, മനസമാധാനം തകർന്ന് ചുരുക്കം ചിലരുമായി ദാവീദ് കാട്ടിലെവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒളിത്താവളങ്ങളിൽ ഒന്നായ മഹനയീമിൽ ദാവീദ് ആയിരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ദാവീദ് അവിടെ ഉണ്ടെന്ന രഹസ്യ വിവരം കിട്ടി. വിശന്നിരിക്കുകയാണല്ലോ എന്നുള്ള ബോധ്യത്തോടുകൂടെ അവർക്ക് വേണ്ടിയിട്ട് ആഹാരപദാർത്ഥങ്ങളുമായിട്ട് അവിടെ ചെന്ന വിവരം 17-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്.
ദാവീദിനും ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലര്, അമരക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവ കൊണ്ടുവന്ന് ദാവീദിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ചു. കാട്ടിൽ വിശന്ന് നടക്കുമ്പോൾ ഈ വക സാധനങ്ങളുമായി വന്ന് ജനം രഹസ്യത്തിൽ ദാവീദിന് വിശക്കുന്നു എന്നറിഞ്ഞ് ആഹാരം കൊടുത്തു. ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധതന്ത്രം അവിടെ മെനയുകയാണ്. ജയിച്ചേ പറ്റൂ, ശത്രു ആരാണെങ്കിലും ജയിച്ചേ പറ്റൂ, രാജ്യം വീണ്ടെടുത്തേ പറ്റൂ, മുമ്പോട്ട് പോയേ പറ്റൂ. ഈ കാര്യം നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന ദാവീദിനോട് കൂട്ടുപ്രവർത്തകരായി ജീവൻ വെച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന തൻ്റെ സഹപ്രവർത്തകരും അംഗരക്ഷകരുമായിരിക്കുന്നവർ അറിയിച്ചു. അങ്ങനെയുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിരാശപ്പെട്ടിരിക്കുന്ന, ജീവിതം മടുത്തിരിക്കുന്ന ആൾക്ക് ഒരു കൈത്താങ്ങലാകാൻ നമുക്ക് തിരിച്ചു പിടിക്കാം, നമുക്കൊന്നിച്ച് നിൽക്കാം, കാര്യങ്ങൾ നേരെയാക്കാം എന്ന് പറഞ്ഞൊന്ന് കൂടെ നിൽക്കാനുള്ളതൊരു ബലമാട്ടോ. ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ ആരുമില്ലാത്ത ഒത്തിരി പേരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് വേദനപ്പെട്ടവർ, തല്ലിത്തകർക്കപ്പെട്ടവർ. ഇന്നവർ ഒറ്റയ്ക്കായിരിക്കും. നീ മുന്നോട്ട് പോകണ്ട എന്ന് മനസ്സ് പലപ്പോഴും പറയും. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെപ്പോലത്തെ പ്രാർത്ഥനക്കാർ പേടിക്കണ്ട കേട്ടോ, നന്മ വരും കേട്ടോ, നമുക്കൊരുമിച്ച് നിൽക്കാട്ടോ, പ്രാർത്ഥിക്കാട്ടോ, ഞങ്ങൾ ഓർത്തോളാട്ടോ, നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കാട്ടോ എന്നൊക്കെ പറയുന്നത് ഈ ദാവീദിനോട് യുദ്ധം ചെയ്ത് രാജ്യം തിരിച്ചു പിടിക്കാം എന്ന് പറയുന്നതിന് തത്തുല്യമായി ഞാൻ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ടെന്നറിയാമോ. പലരോട് പറയുമ്പോൾ പിന്നീട് അവർ നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറഞ്ഞിട്ടുണ്ട്. ആ നന്ദി വാചകങ്ങളിലാണ് ഞാൻ അറിയുന്നത്, എൻ്റെ ദൈവമേ അവർ ഇത്രയും കഷ്ടത്തിലായിരുന്നല്ലോ എന്ന്. ഒരു വാക്ക് അവരെ എത്രയോ ബലപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പ്രാർത്ഥന, ചിലപ്പോൾ ഒന്ന് ചേർത്ത് നിർത്താനുള്ള മനസ്സ് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു യുദ്ധം ചെയ്തതുപോലെയാണ്, ഒരു യുദ്ധം ജയിച്ചതുപോലെയാണ് അവരുടെ പലരെയും മനസ്സിനകത്ത്. കൊടുത്തതും മലരും പാൽക്കട്ടയും അമരക്കായൊക്കെയാണ്. പക്ഷേ അവർക്ക് ആ സമയത്ത് കിട്ടിയ ബലവും വീര്യവും ഭയങ്കരമാണ്. അങ്ങനെ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞു. അങ്ങനെ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞ് ചിലരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ദാവീദ് രാജ്യം തിരിച്ചു പിടിക്കാനുള്ള പദ്ധതി ഒരുക്കുകയാണ്. അബ്ശാലോമിനെ കറക്കി ചിറ്റിച്ച് ദുരുപദേശം അല്ലെങ്കിൽ ദുരാലോചന പറഞ്ഞു കൊടുത്തവരെ അമർച്ച ചെയ്തുകൊണ്ട് തൻ്റെ മകനെയും തൻ്റെ രാഷ്ട്രത്തെയും തിരിച്ചു പിടിക്കാം എന്നുള്ള മോഹത്തോടു കൂടെ ദാവീദ് കാര്യങ്ങൾ നീക്കുകയാണ്. ദാവീദിൻ്റെ തലയ്ക്കകത്ത് തന്നെയാണ് ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മെനയുന്നത്. താഴേക്കുള്ള ഭാഗങ്ങൾ വായിച്ചാൽ അറിയാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സംഘത്തെ 2-3 തിരിച്ചിട്ട് അവരെ ഓരോ ഗ്രൂപ്പുകളായി രാജ്യത്തിനെതിരെ നിൽക്കുന്ന ശക്തിക്ക് നേരെ പടപൊരുതാൻ നിയോഗിച്ചനന്തരം ദാവീദ് അവരോട് പറയുകയാണ്, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നോട് സ്നേഹമുള്ള പട്ടാളത്തലവന്മാരടക്കമുള്ള ആളുകൾ പറഞ്ഞ വാചകമാണ് ഇന്നെന്നെ ത്രസിപ്പിച്ചത്. ആ വാക്കിങ്ങനെയാണ്. അവർ പറയുക, നീ വരണ്ട, ഞങ്ങൾ തോറ്റോടി എന്ന് വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കില്ല. ഞങ്ങളിൽ പാതിപ്പേര് പട്ടുപോയാലും ആരും അത് ഗണ്യമാക്കില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യനാണ്. ഞാൻ ദാവീദിനെ ഓർത്ത് സ്തോത്രം ചെയ്തിട്ടു. എന്നിട്ട് ഭംഗിവാക്ക് പോലെ നമുക്ക് തോന്നും. പക്ഷേ ബൈബിളിൽ ഭംഗിവാക്കിന് പ്രാധാന്യമില്ല ദൈവമക്കളെ, സത്യമാണ്. ചിലർ ഈ ലോകത്തിൽ വന്നാലും, ചിലർ തോറ്റാലും, ചിലർ മരിച്ചാലും, ചിലർക്ക് എന്തു പറ്റിയാലും ആരും ഗണ്യമാക്കുന്നില്ല. സത്യമല്ലേ? ഇവർ പറയുന്നു, ഞങ്ങൾ തോറ്റ് തുന്നം പാടി ഓടിയാലും അതൊന്നും ആരും ഗണ്യമാക്കില്ല. ഞങ്ങളിവിടെ ആയുസ്സിൻ്റെ മധ്യത്തിൽ പട്ടുപോയാലും അതൊന്നും ആരും ഓർക്കില്ല. പ്രിയരെ, എല്ലാവരും സമുന്നതരാകില്ല, എല്ലാവരും രാജാക്കന്മാരും ആകില്ല, എല്ലാവരും മുതലാളിമാരും ആകില്ല. പക്ഷേ ഈ ഭൂമിയിൽ നമുക്കൊരവസരമുള്ളൂ. ഈ ഭൂമിയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 70-80 വർഷം കിട്ടിയിട്ട് ആരും ഗണ്യമാക്കാതെ വഴിക്കിടന്ന് ചത്താലും ആരും മൈൻഡ് ചെയ്യാതെ എന്തൊക്കെ ചെയ്താലും ആരും ഗണ്യമാക്കാതെ തീർന്നു പോകുക എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് വല്ലായ്മ തോന്നുന്നു. എല്ലാവർക്കും ഈ ഭൂമിയിൽ ദൈവം ഒരുപോലല്ല അവസരം തരുന്നത്. ആരും ജന്മിയായിട്ടും ആരും പ്രഭുവായിട്ടും ഇവിടെ ജനിക്കുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോകത്തിൽ 70-80 വർഷങ്ങൾ ജീവിച്ചിട്ട് ആരും അറിയാതെ കൊഴിഞ്ഞു പോകരുത്. പിന്നെ താൻ എന്താ ഈ പറയുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടോ? രണ്ടാമത് അവർ പറഞ്ഞ ആൾ ആര്? നമ്മുടെ ദാവീദ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, നീ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യനാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ജനിച്ചത് ഒരു ആട്ടിടയ കുടുംബത്തിലാണ്. അവഗണനകൾ ഒത്തിരി ഏറ്റുവാങ്ങിയവനാണ്, ഒറ്റപ്പെട്ടവനാണ്, അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞവനാണ്, എല്ലാം തീർന്ന് വീട് വിട്ട് കാട്ടിൽ കിടക്കേണ്ട വന്നവനാണ്, ദാരിദ്ര്യത്തിൻ്റെ കൂമ്പാരം കണ്ടവനാണ്, ഒരു നേരത്തെ ആഹാരത്തിന് കെഞ്ചിയവനാണ്.
അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. പക്ഷേ കാലം അദ്ദേഹത്തെ 10,000 പേർക്ക് തുല്യനായി ഒറ്റയാൻ. അങ്ങനെ എങ്ങനെ ആകാൻ പറ്റും? ഞാൻ നിങ്ങളോട് 2 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഒന്ന്, ജീവിതത്തിലെ ഓരോ ഭാരങ്ങളും വേദനകളും നമ്മളെ പൊടിച്ച് കളയരുത്. ഇരുമ്പ് തീക്കകത്തിട്ട് പഴുപ്പിച്ച് വീണ്ടും അതിനെ പ്രോസസ്സിലൂടെ കടത്തിവിട്ടാൽ ഇരുമ്പുരുക്കായി മാറുമെന്ന് നിങ്ങൾക്കറിയാലോ. ചില വസ്തുതകൾ അങ്ങനെയാണ്. നിങ്ങളങ്ങനെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യണം. 2, അത് ഒരു ചെറിയ കാര്യമായിട്ട് എടുത്താൽ മതി. 2, ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തോടുള്ള ബന്ധവും ദൈവമായിട്ടുള്ള സമ്പർക്കവും ദൈവത്തെ വലുതായി കാണാനുള്ള മനസ്സും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഈ നാട്ടിൽ ഈ ഭൂമിയുടെ മുഖത്ത് ആരെങ്കിലും ആകുമെന്ന്? അയ്യോ, എത്രയോ പേർ വിദ്യാഭ്യാസമില്ലാതെ ജീവിതമില്ലാതെ എല്ലാവരും കൂടി പറ്റിച്ച് ഒറ്റപ്പെടുത്തി നമ്മളെ എന്താ പറയുക, ചില ഫലങ്ങളൊക്കെ വവ്വാലും അണ്ണാനും കടിച്ച് ചവച്ച് തുപ്പിക്കളയുന്നത് പോലെ അങ്ങനെ നശിപ്പിച്ചിട്ടവരെയും സ്വർഗത്തിലെ ദൈവം കരുത്തരാക്കി മാറ്റിയില്ലേ? 10,000-ങ്ങൾക്ക് തുല്യൊന്നും ആയില്ലെങ്കിലും ഒരൊറ്റയാനെ പോലെ പോരാടി നിൽക്കാൻ നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ദൈവകൃപ കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം കൊണ്ട് കഴിയും. ശത്രുവാണ്, പോരാട്ടമാണ്, നിന്നയാണ്, ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നും കെട്ടും കെട്ടി ബാണക്കെട്ടും തോടെ തൂക്കിക്കൊണ്ട് തെക്ക് വടക്ക് നടക്കാനാണ് വിധിയെങ്കിൽ ഒരിക്കലും ആരും ആകില്ല. എവിടെയോ തീരും, ആരും ഗണ്യമാക്കില്ല. പക്ഷെ നീ ഒരു യോഗത്തിൽ പോയിരുന്നാൽ ആളുകൾ അറിയണം. നീ ഒരു നാട്ടിൽ ജീവിച്ചാൽ ആളുകൾ അറിയണം. നിൻ്റെ കുഞ്ഞുങ്ങൾ അറിയണം നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന്. ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ ഇന്നും ദൈവം പിൻവലിച്ചിട്ടില്ല. രക്ഷ അതിൻ്റെ വാതിലിന്നും അടച്ചിട്ടില്ല. കൃപയും കൃപാവരങ്ങളും ദൈവം അതിൻ്റെ വാതിലും വഴികളും അടച്ചിട്ടില്ല. ഇന്നും ദാനമായി തരുന്നു. മനസ്സുള്ളവന് കൃപ കൊടുത്ത്, കരുണ കൊടുത്ത്, അഭിഷേകം കൊടുത്ത്, ആത്മനിറവ് കൊടുത്ത്, ദൈവത്തിൻ്റെ ശക്തി പകർന്ന്, ആത്മാവിനെ പകർന്ന്, ക്രിസ്തുവിനെ അകത്ത് വസിപ്പിച്ച് ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി, ആത്മീകനാക്കി, അധികായനാക്കി, ആത്മീക പോർക്കളത്തിൽ ശക്തനാക്കി മാറ്റാൻ ഇന്നും സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിങ്ങളതിനി തീരുമാനിക്കേണ്ടത്. ആരും ഗണ്യമാക്കാതെ ഒരു സ്ഥലത്ത് എന്നാൽ കരിയാപ്പരുടെ വിലയിൽ വീട്ടുകാരുടെയും ഭർത്തൃഗ്രഹത്തിൻ്റെ നടുവിൽ നിന്ന ചുമന്ന് വെറും നിലത്തിട്ട് ചവിട്ടുന്ന പുല്ലിന് തുല്യമായിട്ട് ഗണ്യമാക്കാതെ കടന്നു പോകണോ? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചും 10,000 പേർക്ക് തുല്യനായില്ലെങ്കിലും ഓരോ ഒറ്റയാനെ പോലെ ഒരു മനുഷ്യൻ മതി കരുത്തനാകാൻ. അതെങ്കിലും പ്രാപിച്ച് മടങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നു. ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു. ആരും അറിയാത്തവരായി, ആരും പരിഗണിക്കാത്തവരായി ഇവിടെ തീരരുത്. ഇവിടെ ഗണ്യമാക്കാതെ പോകരുത്. ഇവിടെ ചിലടത്ത് കൈയടയാളവും കാലിൻ്റെ അടയാളവും ഒക്കെ സ്പർശിപ്പിച്ചിട്ടേ പോകാവൂ, പതിപ്പിച്ചിട്ടേ പോകാവൂ. അതിന് കുടുംബത്തിലെങ്കിലും ഭാഗ്യം ഉണ്ടാകട്ടെ, കൂട്ടായ്മയ്ക്കകത്തെങ്കിലും ഭാഗ്യം ഉണ്ടാകട്ടെ. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എല്ലാവർക്കും ജീവിക്കാൻ അവകാശം കൊടുക്കുന്ന മഹാദൈവമേ, ശ്വസിക്കാൻ വായുവും തലയ്ക്ക് മീതെ സൂര്യവട്ടവും ഈ ഭൂമിയിലെ സകലതും അനുഭവിപ്പാൻ അവകാശം തരുന്ന മുഖപക്ഷമില്ലാത്ത ദൈവമേ, ഇവിടെ ഇന്ന് ഞങ്ങൾ ചിന്തിച്ച ഭാഗം തിരുവെഴുത്തിൽ നിന്നാണല്ലോ കർത്താവേ. ആരും ഗണ്യമാക്കാതെ എത്രയോ പേര് ഇവിടെ മൺമറഞ്ഞു. ഇത് കേൾക്കുന്നവർക്ക് ഹൃദയത്തിനൊരു വിശാലത വരുത്തണേ, അനുഗ്രഹമാക്കണേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. 10,000-ങ്ങൾക്ക് തുല്യനായ ഒരു മനുഷ്യനെ കണ്ടു, ആളുകളത് പുകഴ്ത്തി. ഞങ്ങളും ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ കൃപയിൽ നിന്ന് ഒരു സ്പർശിക്കത്തക്ക നന്മ പ്രാപിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ടായിരുന്നു എന്ന് കാലത്തിന് ബാക്കി വെച്ചിട്ട് മൺമറയാൻ അവസരം തരണം. സ്ത്രീയോ പുരുഷനോ ആരാണെങ്കിലും ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് നന്മയാകണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.